ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ഇന്നിവിടെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒരു 2 വലിയ സവോള ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അരി എടുത്ത് ഒരു 3 ഗ്ലാസ് ബാസ്മതി റൈസ് എടുത്ത് വെള്ളത്തിലിട്ടു, നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടു. അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നിട്ട് വെള്ളം നല്ലപോലെ വാലുന്ന വരെ ഇങ്ങനെ വെള്ളം വാലാൻ വെച്ചിട്ട് എടുക്കുന്നതേ. ഇപ്പോൾ ക്യാരറ്റും ബീൻസും ഒക്കെ നല്ലപോലെ ഇങ്ങനെ ചെരിച്ച് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് അത് ബട്ടർ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിനകത്തോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരുമാതിരി നന്നായിട്ട് വഴന്നൊരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അങ്ങനെ ഇച്ചിരി ഒന്ന് മുരിഞ്ഞ് വരുന്ന പോലെ വരണം. അതാണേൽ നല്ല ടേസ്റ്റ്. അപ്പം അങ്ങനെ അത് വറുത്ത് കോരിയെടുത്തു. പിന്നെ ഇത് ഞാൻ അതിനകത്ത് ചേർക്കാനുള്ള മസാലകളൊക്കെ, ഇത് ഗ്രാമ്പു, ഏലക്ക, പട്ട, പിന്നെ ഈ തക്കോലോ ആണോ സ്റ്റാർ അതിൻ്റെ, പിന്നെ ഈ ഇലയുണ്ടല്ലോ എന്നാ ഇലയാ, അതിൻ്റെ പേര് മറന്നുപോയി. ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലോട്ട് ഇട്ട് വെച്ചു. പിന്നെ പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തേക്കുന്നത്. വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്, ബട്ടറും ചേർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതിന് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത്. അതിൻ്റെ കൂട്ടത്തിലോട്ട് ബട്ടറും. പിന്നെ ബട്ടർ ഇട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കഴുകി ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂടെ ചേർത്തു. അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് വെള്ളം എല്ലാം മാറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ആ റൈസ് അതിനകത്തിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കി നെയ്ക്കകത്ത് കിടന്ന് ഒരുമാതിരി ഇങ്ങനെ വെള്ളം വറ്റി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഒത്തിരി മൊരിയണ്ട, ഒരു 3-4 മിനിറ്റൊക്കെ ഇങ്ങനെ ഒരു മീഡിയം തീയിലിട്ട് ഇളക്കിയെടുത്താൽ മതി. അങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ചേർക്കാനുള്ള വെള്ളം, ഇവിടെ ഞാൻ 3 ഗ്ലാസ് അരി എടുത്തേക്കുന്നത്. അപ്പം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു 4.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ അത് അരിക്കകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. തിളപ്പിച്ച് വെള്ളം ഒഴിക്കണേ, പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അത് ചേർത്ത് പിന്നെ അതിനകത്തോട്ട് നാരങ്ങാനീര്, 1 സ്പൂൺ നാരങ്ങാനീര് ഒഴിക്കുന്നുണ്ട്. നാരങ്ങാനീരും പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് നമുക്ക് പൈനാപ്പിളിൻ്റെ എസൻസോ വാനില എസൻസോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഈ ഫ്രൈഡ് റൈസിന്. അപ്പോൾ അത് കഴിഞ്ഞ് അതിനകത്തോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് പിന്നെ വെള്ളത്തിൽ ഇച്ചിരി നല്ലപോലെ മുന്നോട്ട് നിൽക്കത്തിൻ്റെ രീതിയിലുള്ള ഉപ്പ് ചേർക്കണേ. ഇത് വാനില എസൻസാണ് ചേർക്കുന്നത്. ഉപ്പ് ഇച്ചിരി വെള്ളത്തിന് മുന്നോട്ട് നിന്നാലേ റൈസിന് പാകമായിട്ടുള്ള ഉപ്പ് കിട്ടത്തുള്ളൂ. പിന്നെ ഇതെല്ലാം ഈ ബീൻസ് വഴറ്റിയപ്പോഴും സവോള വറുത്തപ്പോഴും ഒക്കെ അതിനകത്ത് അതിന് ചേർത്തൊക്കെ പോലെ കുറേശ്ശെ ഉപ്പ് ചേർത്താണ് വഴറ്റിയെടുത്തത്. അപ്പോൾ എന്നിട്ട് ഇതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി മൂടി വെക്കും. ഒരു മീഡിയം തീയിൽ, അല്പം കുറഞ്ഞ തീയിൽ, നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് ഒരു മീഡിയം തീയിൽ അല്പം കുറഞ്ഞ തീയിൽ വെച്ച് മൂടി വെക്കണം. അത് അധികം സമയം എടുക്കുകയില്ല, പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളം വറ്റി വരും. വെള്ളം വറ്റി ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണേ. വെള്ളം വറ്റി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്ന ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ മൂടി വെക്കണം. ഇപ്പോൾ റൈസ് വെന്ത് പോകുമൊന്നുമില്ല. ഇപ്പോൾ ഒരു 3/4 വേവ് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അത് കുറച്ച് 2-3 മിനിറ്റും കൂടെ ഇങ്ങനെ അങ്ങ് മൂടി വെക്കും. അത് ആ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാനുള്ള കശുവണ്ടിയും കിസ്മിസും കൂടെ ഇങ്ങനെ നെയ്ക്കകത്തിട്ട് വറുത്തെടുക്കുക. അത് വറുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ അന്നേരത്തേനും ഇത് വറുത്ത് മാറ്റി വെക്കുമ്പോഴത്തേനും അത്ര സമയം മതി. അന്നേരത്തേനും ആ റൈസ് വെന്ത് കാണും. റൈസ് എന്നിട്ട് വെള്ളം വറ്റി കരിഞ്ഞു പോകാതെ നോക്കണേ. എന്നിട്ട് അത് തീ നിർത്തിയിട്ട് ഒന്ന് കുടഞ്ഞിടണം. റൈസ് ഒന്ന് കുടഞ്ഞിട്ട് അതിൻ്റെ ആവി കുറച്ചൊന്ന് കളയണം. അത് അങ്ങനെയാണെങ്കിൽ അടി വെന്ത് പോകാതിരിക്കണം. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് റൈസ് അത് ഇങ്ങനെ കുടഞ്ഞിട്ടു.
അപ്പോൾ അടിയിൽ കിടക്കുന്നതൊക്കെ വെന്ത് പോയിട്ടൊന്നുമില്ല കേട്ടോ, ഇപ്പോഴും കട്ട കെട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ അടിയിൽ കിടക്കുന്ന വെന്ത് പോകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടി ഇച്ചിരി ഉറച്ചിരിക്കുന്നതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് കുടഞ്ഞിട്ടിട്ട് വേണം നമ്മൾ കുറച്ചാണ് ആവി പോകാനായിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് തണുക്കാൻ നേരത്ത് ഒരു ശകലം നേരം കൂടെ വെച്ചിട്ട് പിന്നെ അത് ഉണ്ടോ നല്ല ആയിട്ടുണ്ട്, കട്ട കെട്ടിയിട്ടൊന്നുമില്ല. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഒണിയനും ഇട്ട് കശുവണ്ടിയും കിസ്മസും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടോ അതും കൂടെ ഇട്ട് മൂടി അങ്ങ് വെക്കണം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊന്നും പോകാതെ ആ ഫ്ലേവറൊക്കെ റൈസിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മുട്ട പുഴുങ്ങി വെക്കാം. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കറി ചിക്കനാണെങ്കിൽ ചിക്കന് അല്ലെ ബീഫ് എന്തെങ്കിലും കൂട്ടി കഴിക്കാം. സാലഡും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, അങ്ങനെ കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് ബീഫാണേ, ബീഫ് എടുത്തു. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫോ ചിക്കനോ എന്താണെന്ന് ഇഷ്ടമുള്ളത് വെച്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയായി വരുന്നവരെ എല്ലാവർക്കും ബൈ.